മാനന്തവാടി മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരാൾ വയനാട്ടിലുണ്ട്. പെരിയ സ്വദേശി ഊരാച്ചേരി ഹാഷിമിൻ്റെ ജീവിതം തകിടം മറിഞ്ഞത് 2023-ൽ. വെരിക്കോസ് വെയിന്ന ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ ഹാഷിമിൻ്റെ ഞരമ്പ് മാറി മുറിച്ചതോടെയാണ് ഒരു കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയത്. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ തന്നെ ചികിത്സാ പിഴവിന്റെ ഇരയാണ് പേരിയ സ്വദേശിയായിട്ടുള്ള ഹാഷിം എന്ന വ്യക്തി. അദ്ദേഹം PSC റാങ്ക് ഹോൾഡർ ആയിരുന്നു. ഡ്രൈവർ തസ്തികയിൽ ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ് വെരിക്കോസ് വെയിൻ്റെ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സമീപിച്ചത്. ഈ ഘട്ടത്തിൽ ഹൃദയത്തിൽ നിന്ന് കാലിലേക്കുള്ള പ്രധാന രക്തക്കുഴലാണ് മുറിച്ച് നീക്കിയത്. വലിയ ചികിത്സാ പിഴവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഹാഷിം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. വീണ്ടും ചികിത്സാ പിഴവ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അനുഭവം, അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ അനുഭവം 3 വർഷമായി. കാലിന് മുട്ടിനായിട്ട് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ അത്താണി. കൂലിപ്പണിയെടുത്തിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. പക്ഷേ 3 വർഷമായിട്ട് എനിക്ക് 100 രൂപയുടെ ഒരു ജോലി പോലും ചെയ്ത് എൻ്റെ കുടുംബം പോറ്റാൻ പറ്റിയിട്ടില്ല. പലരുടെയും നാട്ടുകാരുടെയും മറ്റൊക്കെ സഹായത്തിലാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന PSC ഡ്രൈവർ തസ്തികയിലുള്ള ജോലി അതും ഇതുമൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് കാണിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക്, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് പരാതി കൊടുത്തെങ്കിലും നിരവധി തവണ അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഡോക്ടർമാർക്കെതിരെ അനിന്റേഷൻ ലാഗ് ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ലെറ്ററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി 3 വർഷമായിട്ട് ഒരു റിസൾട്ടോ അല്ലെങ്കിൽ എനിക്കൊരു നീതി നടപ്പാക്കി തരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ദുരിതം അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം കഴിഞ്ഞു പോകുന്നത്? എങ്ങനെയാണ്? ഉദാരമതികളായ ആളുകളൊക്കെ സഹായിച്ച്, നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് എൻ്റെ കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് മക്കളെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന രീതിയിലേക്ക് എൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെരിക്കോസ് വെയിൻ്റെ ചികിത്സയ്ക്കാണ് താങ്കൾ പോയതല്ലേ? അതെ, വെരിക്കോസ് വെയിൻ്റെ ചികിത്സയ്ക്കാണ് പോയത്. അപ്പോൾ അവരുടെ വെയിൻ മാറി കട്ട് ചെയ്തു, ഹാർട്ടിൽ നിന്ന് വരുന്ന മെയിൻ രക്തക്കോല് കട്ട് ചെയ്തു. 27 മണിക്കൂറോളം ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്ക് ഇല്ലാതായി. കാല് പൂർണ്ണമായിട്ടും പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നായിരുന്നു മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ പറഞ്ഞത്. പക്ഷേ 10-12ഓളം സർജറി ചെയ്ത് വെല്ലൂരടക്കം പോയി. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മിംസ് ഹോസ്പിറ്റലിൽ നിന്നും വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ 6 മാസത്തോളം ചികിത്സ ചെയ്ത് 12ഓളം സർജറി ചെയ്ത് പിന്നെ പക്ഷേ കാലിൻ്റെ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ഇപ്പോൾ കൃത്രിമ കാലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ നടക്കുന്നത്. 6 മാസത്തിലൊരിക്കലും ആ കാല് ചേഞ്ച് ചെയ്ത് എന്നാൽ തന്നെ കറക്റ്റ് ലെവൽ സ്ഥലം മാത്രമേ നടക്കാൻ പറ്റൂ. ഇറക്കാനോ കയറ്റം കയറാനോ ബാത്റൂമിൽ ഇരിക്കാനോ മറ്റൊന്നും എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ ചികിത്സ എങ്ങനെ നടന്നു പോകണം? ഇപ്പോൾ ചികിത്സയില്ല. മരിക്കുന്നവരെ ഇതിന് ചികിത്സ ഇല്ല, പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇതിന് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഒഴിവാക്കിയതാണ്. നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ ദുഃഖം ഉള്ള ഒരവസ്ഥയാണ്. ഹാഷിമിൻ്റെ ജീവിതം തന്നെ മാറുന്ന വിധത്തിലായിരുന്നു ആ ഒരു സർജറി. അത് ഞരമ്പ് മാറി ആണ് സർജറി നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹാഷിം പറയുന്നത്. ഡോക്ടർമാർക്കെതിരെയോ മറ്റോ നടപടി ഉണ്ടായിട്ടില്ല, ഉചിതമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാഷിം വ്യക്തമാക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.